എല്ലാവർക്കും നമസ്കാരം. ഞാൻ മൊയ്തീൻ പടിഞ്ഞാറേ വളപ്പിൽ, മലപ്പുറം ജില്ല തിരുനാവായ പട്ടണക്കാവിലാണ് വീട്ടിലുള്ളൊരു ഫാമാണ്. ഇവിടെ ഒരു 1400ഓളം വെറൈറ്റി ഫ്രൂട്ട്സുകൾ, അതിൻ്റെയൊക്കെ ജെന്യുവനായ തൈകൾ, നമ്മളിവിടെ കായ്ക്കുന്ന തൈകൾ, എല്ലാ ഫ്രൂട്ട്സിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നാലേ തൈകളൊക്കെ കിട്ടുള്ളൂ. ഞങ്ങൾ ഡെലിവറി കൊറിയർ ഒന്നുമില്ല. ഇവിടെ വന്നാൽ അതിൻ്റെ തൈകൾ തരൽ മാത്രമല്ല, അത് എങ്ങനെ അത് നടണം, അതിന് എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം, എങ്ങനെ പരിചരിക്കണം എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് വിശദമായി പറഞ്ഞ് വാട്സപ്പിൽ വോയിസ് ഇട്ട് മാത്രമേ ഈ തൈകൾ കൊടുക്കുള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തൈ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ കായ്ക്കണം എന്നുള്ളത് നമ്മളാണ്ട് റെഡിയാക്കി കൊടുക്കും. അത് മാത്രമല്ല, അതിൻ്റെ ജെന്യുവനായ തൈകൾ കൊടുക്കുകയും ചെയ്യും. അത് അവർക്ക് ഉപകാരപ്പെട്ടാലേ അവർ വീണ്ടും നമ്മുടെ അടുത്ത് വരുള്ളൂ. നമുക്ക് ഒരു പ്രാവശ്യം അവർക്ക് തൈ കൊടുത്താൽ പോരാ. അവർ നമ്മളൊരു കസ്റ്റമർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന തൈകൾ അത് കായ്ച്ച് കഴിയുമ്പോഴാണ്, ഒരു തൈ ആണെങ്കിൽ അത് കായ്ച്ച് കിട്ടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സന്തോഷം ഉണ്ടാവുക. ഞങ്ങൾ ഒരു 10-12 വർഷമായി തുടങ്ങി തൈകൾ സെയിലുണ്ട്. ഒരു 10-25 വർഷമായിട്ട് മേഖലയിലും ഉണ്ട്. സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ബൾക്കായിട്ട് സെയിലും കാര്യങ്ങളും ഇല്ല. ഒരു വീട്ടുകാർക്കുള്ള സെയിലേ നമ്മളുള്ളൂ. അതായത് നഴ്സറിക്കാർക്കൊന്നും നമ്മൾ സെയിലില്ല. അങ്ങനെ ഈ ബൾക്കായിട്ട് പറഞ്ഞ ബൾക്കായിട്ടുള്ള സെയിലൊന്നും ഇല്ല. വീട്ടിലെ ഫാം അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള ആളുകൾ വന്നാൽ അതിനുള്ള നല്ല തൈകൾ കൊടുക്കാറുണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മളെ സ്വീറ്റ് ലൂബിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മോഡൽ തന്നെ സ്വീറ്റ് ലൂബിൻ്റെ ഒരു നല്ല വെറൈറ്റി സ്വീറ്റ് ലൂബിയാണിത്. ഇത് കണ്ട കായ പിടിച്ചത് കണ്ടോ? ഇതിൽ എല്ലാ ഭാഗത്തും കായാണ്, ഒരു ഭാഗത്ത് മാത്രമല്ല, ഇതാ എല്ലാ ഭാഗത്തും കായാണിത്. സ്വീറ്റ് ലൂബിൻ്റെ വലിപ്പം ഇത് ബ്ലാക്കായി വരണുള്ളൂ. ഇത് നല്ല ബ്ലാക്ക് കളറാകുമ്പോഴാണ് ഇത് കഴിക്കാൻ ടേസ്റ്റും നല്ല മധുരം ഉണ്ടാവും, കുരുവില്ല. ഇതാ ഒരു തൈയിൻ്റെ എല്ലാ ഭാഗത്തും കായ ഉണ്ടായിട്ടാണ് ഈ നിൽക്കുന്നത്. ഒരു ചട്ടിയിലാണ് ഒരു ചട്ടിക്ക് അത്യാവശ്യം നല്ലപോലെ കായ്ക്കുന്നുണ്ട്. പിന്നെ ഇത് പ്രത്യേകത ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഇത് എല്ലാ സമയത്തും കായ്ക്കും. ഒരു ഓൾ സീസൺ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ ചെറിയ കായകളുണ്ട്, പൂട്ട് വരുന്നുണ്ട്, പിന്നെ വലിയ കായുണ്ട്, മൂത്ത് പഴുത്ത കായകൾ ഞങ്ങൾ കുറെ പൊട്ടിച്ച് കഴിഞ്ഞ്. ഇങ്ങനെയല്ല എല്ലാതും ഇതിന്മേ തന്നെ ഉണ്ടാവുന്നുണ്ട്. നമ്മളെ കഴിഞ്ഞ 2-3-4 വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, ഒരു ചെറി വെക്കാൻ ഉദ്ദേശിക്കുന്നവർ, ഒരാൾ ഒരു ചെറി വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഈ മരം നട്ടാൽ മതി. അപ്പോൾ ആ ചെറിൻ്റെ ഉപയോഗം ഇതുകൊണ്ട് നടക്കും. അത്രയും ടേസ്റ്റും മധുരമൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും ചെയ്യും, എല്ലാ സമയത്തും കായ്ക്കും ചെയ്യും. പിന്നെ സീഡില്ല, ഒരു ചെറിയ സീഡുള്ളൂ. നമ്മുടെ മുളകിന്റെ കുരു പോലെ ചെറുതാണ്, കടിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആര് ഒരു തൈ വെച്ചാലും അവർക്കൊരു ഉപകാരപ്പെട്ട സാധനമാണിത്. ഇപ്പോൾ നമ്മളൊരു 5 വെറൈറ്റി മാവ് കമ്പെടുത്ത് ബെഡ് ചെയ്തതാണ്. അതായത് ഒന്നിൽ തന്നെ 5 വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തീർച്ചയായിട്ടും. അതായത് കുറഞ്ഞ സ്ഥലത്ത് 5 മാവ് വെക്കുന്നിടത്ത് ഒരു മാവ് വെച്ചാൽ മതി. 5 വെറൈറ്റി മാങ്ങ കഴിക്കുക, 5 വെറൈറ്റി മാങ്ങ കഴിക്കുക. അതാണ്. പിന്നെ അതിനൊരു കാര്യം എന്ന് വെച്ചാൽ ഈ 5ഉം 8ഉം 10ഉം ഒക്കെ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരേ രീതിയിൽ വളർത്തി കൊണ്ടുവരണം. അത് ഒരു കൊമ്പ് മാത്രം, ഒരു മാവ് ഇപ്പോൾ അത് നാംഡോക്കുമായിയാണ്. പ്രത്യേകമായിട്ട് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇതിപ്പോൾ നാംഡോക്കുമായിയാണ്, ഇത് R2E2 ആണ്, ഇത് ഹോങ്ഷാങ് ആണ്, ജപ്പാൻ്റെ മാങ്ങയാണ്. അതായത് ഓരോ കൊമ്പും ഓരോ മാവാണ്. ഇത് കാട്ടിമൂണാണ്. അപ്പോൾ ഇതിപ്പോൾ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല കരുത്തുള്ള കമ്പ് അത് ഒന്ന് മാത്രം കണ്ട് വലുതായി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ തല കട്ട് ചെയ്ത് കൊടുക്കണം, പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് മറ്റിനൊപ്പം ആക്കി കൊടുക്കണം. എല്ലാത്തിൻ്റെയും ഒരേ ലെവലിൽ വളർത്തി കൊടുത്താലേ ഇത് ഉപകാരപ്പെടും. അല്ലാതെ നമ്മൾ ഒരു കൊമ്പ് മാത്രം വളരുമ്പോൾ അത് മാത്രം അങ്ങനെ വളരാൻ വിടരുത്. അത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് മറ്റുള്ളതിനൊപ്പം വളർത്തി കൊടുത്താൽ ഏറ്റവും നല്ലൊരു മാവായി മാറും. അപ്പോൾ 5ഉം 6ഉം 8ഉം ഒക്കെ വളർത്താം. ഒരു മാവിൽ 5ഉം 8ഉം 10ഉം ഒക്കെ മാങ്ങ കഴിക്കാം നമുക്ക് ഒരു മാവിൽ നിന്ന്. മറ്റൊരു വെറൈറ്റിയാണ് ഇപ്പോൾ ഇത് സൂപ്പർ ക്യൂന്. അപ്പോൾ എല്ലാവർക്കും അറിയണ മാങ്ങ തന്നെയാണ് സൂപ്പർ ക്യൂന്. അത്യാവശ്യം ടേസ്റ്റും മധുരമൊക്കെ ഉള്ളൊരു നല്ല വെയിറ്റും ഉള്ള ഒരു മാങ്ങയാണ് സൂപ്പർ ക്യൂന് എന്ന് പറഞ്ഞത്. ഇപ്പോഴും ഇത് മാങ്ങ ഉണ്ട്. എല്ലാ സ്ഥലത്തും മാങ്ങകളൊക്കെ സീസൺ കഴിഞ്ഞ് ഇപ്പോൾ ഇതിമേലൊക്കെ ഇപ്പോഴും മാങ്ങ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ മാങ്ങ ഉണ്ട്. ഇതേണ്ട, ഇതിനുള്ളിലൊക്കെ മാങ്ങ ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്ങ തന്നെയാണ്. ചേരൂരാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയും കുട്ടി കർഷകനും അവാർഡ് ജേതാവുമായ മുഹമ്മദ് അർഷിലിനെ ആദരിക്കാനാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. മുഹമ്മദ് അർഷിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ സ്വന്തം പിതാവിനെ ഇത്തരം കൃഷിയിടങ്ങളിൽ സഹായിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ കൃഷിയും അനുബന്ധ സ്കില്ലുകളൊക്കെ തിരിച്ചറിയുകയും അങ്ങനെ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ വർഷം കണ്ണൂരിലൊരു ആദരവുണ്ടായിരുന്നു.
അതേപോലെ തവനൂർ കാർഷിക സർവകലാശാലയിൽ ഒരു ആദരവുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മൗലാന കോളേജിൽ ചേന്ദ്ര മൗലാന കോളേജിൽ അദ്ദേഹത്തിന് നമ്മൾ കുട്ടിക്കൊരു ആദരവുണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ആദരവ് ഏറ്റുവാങ്ങിയ ഈ കുട്ടി കർഷകനെ ISMA എന്തുകൊണ്ടും അവനെ ആദരിക്കാൻ ഒരു തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ISM ഇത്തരം രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതാണ്. ഉപഹാരം സമ്മാനിക്കുന്നത് ഒരു ഫലവൃക്ഷത്തൈയാണ് നമ്മൾ സമ്മാനിക്കുന്നത്. അത് സമ്മാനിക്കുന്നത് ബഹുമാന്യ KNM മർക്കസ് ദാവ മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ഹുസൈൻ കുറ്റൂർ അവറുകളുണ്ട്. അതേപോലെ തന്നെ ISM തെക്കൻകുറ്റു മേഖലാ പ്രസിഡന്റ് ഷംസുദ്ദീൻ അല്ലൂർ, സെക്രട്ടറി യാസിർ പാറപ്പുറത്ത്, ജോയിൻറ്റ് സെക്രട്ടറി മുൻതീർ, അതേപോലെ തന്നെ അർഷിലിൻ്റെ പിതാവ് PV മൊയ്തീൻ സാഹിബ്, അതേപോലെ മറ്റു സുഹൃത്തുക്കളുണ്ട്. മൊയ്തീൻ ഖാൻ, അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ്റെ തൈകളൊക്കെ റെഡി ആയിട്ടുണ്ടല്ലേ? റംബൂട്ടാൻ ഇഷ്ടംപോലെ തൈകളുണ്ട്. അപ്പം നമ്മളിപ്പോൾ രഞ്ജന് വീട്ടിട്ടുണ്ടാവും സീസർ വെറൈറ്റി. നമ്മളാ പടിഞ്ഞാറ് ഭാഗത്തുള്ള നിന്നിരുന്ന റോട്ടുമൊക്കെ നിന്നിരുന്നേ നല്ല വലിപ്പമുള്ള കായ്, ഒരു കോഴിമുട്ടൻ്റെ വലിപ്പമുണ്ട് അത്യാവശ്യം. പൊളിച്ചു കഴിഞ്ഞാൽ തോട് പൊളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ തൈകൾ നല്ല വലിയ തൈകളുണ്ട് നമ്മളെടുത്ത്. അപ്പോൾ വലുതുണ്ടല്ലേ? വലുതുണ്ട്. ഇതാ വലിയ കവറിലുള്ള വലിയ തൈകളുണ്ട്. ഒറ്റ വർഷത്തിന് ശേഷം കായ്ക്കും. ഒരു വർഷം കൊണ്ട് നമുക്കിത് റിസൾട്ടിലേക്ക് എത്തി. അതായത് അടുത്ത വർഷം നമുക്കിത് കിട്ടും. ഒരു വർഷം, അടുത്ത സീസണിലല്ല, വർഷം ഒരു വർഷം കൊണ്ട് ഇത് കായായി കിട്ടും.